ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അലാക്കിന്റെ ഔലും കഞ്ഞിയായല്ലോ കുരുവട്ടൂരികളെ. ഫോട്ടോ നോക്ക്. നമ്മുടെ നദിവി സാഹിബും നൌഷാദും തെറിയൂർ കുഞ്ഞഹമ്മദും. ഈനാം ബേച്ചിക്ക് സുഹാബി നേതാവിന്റെ കൂടെയാണ്. നൌഷാദ് തന്നെ മുമ്പ് പ്രസംഗത്തില് മറ്റൊരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ പോലെ ഈനാം ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നുള്ള രൂപത്തിലെ കറക്റ്റ് നല്ല ചേർച്ചയാണ്. ഇവന്റെ മടവൂർ ഷെയ്ഖുനയോടുള്ള ഇവന്റെ സ്നേഹം കേൾക്കണം. മടവൂർ ഷെയ്ഖുന എന്താ പറഞ്ഞത്? വഹാബികളോടും പാടില്ല, ആ വഹാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടുപാടില്ല. ആ ജമാഅത്തെ ഇസ്ലാമിനോടും മുജാഹിദിനോടും ഏറ്റവും കൂടുതൽ അടുപ്പവും അവരുടെ പരിപാടികളിൽ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയും ഇയാൾ തന്നെ നേരിട്ട് പോകുന്ന എത്രയോ പരിപാടികൾ ഇന്നലെ കഴിഞ്ഞു. എന്നിട്ടാണ് ഇയാളോട് പോയിട്ട് കൂട്ടുകൂടുന്നത്. അതായത് ആല് പോയ ചെകുത്താനെ പോലെ ഊരി തെണ്ടി നടക്കുകയാണ്. ആ കഴുത്തിൽ ചങ്ങലയും പടവും വെച്ചുകാണ്ട് നടക്കുന്ന ആ ഒരു ഹംകിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഉന്നതിയോ അധപ്പതനം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഉന്നതി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ വട്ടൂരികൾ ഓരോ കൂടാരത്തിൽ ഇറങ്ങിക്കയറി നടക്കുകയാണ്. ഇന്നലകളിൽ നമ്മൾ കണ്ടു, പട്ടിക്കാട് ചെന്നിട്ട് ലിയാവുദ്ദീൻ ഫൈസിയെ, മറ്റൊരു സുഹാബിയാണ്, ആ സുഹാബിയുടെ നേതാവാണ് നദിവി. ആ നദിവിയെ ചെന്ന് കണ്ടിട്ട് സുഹാബികൾക്ക് ഒപ്പിച്ചുകൊണ്ട് ഇനിയുള്ള സംസാരങ്ങൾ നേക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാവും. കാരണം ഇതിനു മുമ്പ് നമ്മൾ പേരടിക്ക് പിടിച്ച് പുറത്തിട്ടപ്പോ നമ്മുടെ സമസ്തയല്ല, ഒറിജിനൽ സമസ്ത ഷംസുൽ സമസ്തയാണ്. ആ ഷംസുൽ ഉലമയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്നതാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ കാലങ്ങളിൽ വരെ പ്രസംഗിച്ചതാണ്. അപ്പൊ പിന്നെ ജിഫ്രി തങ്ങളെ മറുപടി, ഇങ്ങനെ കുറച്ച് ഹംകികൾ നടക്കുന്നുണ്ട്, നമ്മളെ അവർ പുകഴ്ത്തി പറയും, നമ്മളെ വണ്ടിപ്പോ കയറ്റാൻ നോക്കുകയാണ്, ആ പുകഴ്ത്തലിലൊന്നും നമ്മൾ അടങ്ങൂല, അവരൊക്കെ കാട്ടുകള്ളന്മാരാണ്, ഔലിയാക്കള് എന്ന് പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കറാമത്തോ തരികിട നമ്പറോ കാണിച്ച് നടക്കുന്നതൊന്നും ഔലിയാക്കളല്ല. ഏറ്റവും വലിയ ഔലിയാക്കളും ഏറ്റവും നല്ല സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിഖാമത്തുള്ളവരാണ്. കാരണം ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ ഇവരുടെ ശൈഖിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം എന്താണ്? കറാമത്ത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് അൻവരിയുടെ പ്രസംഗം. അപ്പൊ ജിഫ്രി തങ്ങൾ ഇപ്പുറത്ത് ഇസ്തിഖാമത്ത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്, അല്ലാതെ കറാമത്തുകളോ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ച് നടക്കുന്ന ആളല്ല. എല്ലാ വേദികളിലും ജിഫ്രി തങ്ങൾ ഇതന്നെ പ്രസംഗിക്കുന്നത്, അതേ വിഷയം തന്നെ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഖറാഫി ഇമാമും സുമുഹുദി ഇമാമൊക്കെ എന്താണോ പറഞ്ഞത് അത് ആ കിതാബ് നോക്കി ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ച് പറഞ്ഞ പേരോട് ഉസ്താദിനെ നിശിതമായി ഈ വട്ടൂരികള് പരിഹസിച്ചപ്പോ വിമർശിച്ചപ്പോ അതേ ആശയം പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളും പ്രസംഗിക്കുന്നു, സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്നു. അതോടുകൂടി ഇന്നലകളിൽ പറഞ്ഞ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, സമസ്തയാണ് ഏറ്റവും വലിയ ശരി, ആ സമസ്തയുടെ നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ ജിഫ്രി തങ്ങളാണ് എന്ന് പറഞ്ഞത് വിഴുങ്ങി. നേരെ വിഴുങ്ങിയിട്ട് സുഹാബി കണ്ടത്തിലോട്ട് ചാടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതേപോലുള്ള ഒരു നൃത്തം ഈ പാണക്കാട് തങ്ങന്മാരെയും ഈ പാണക്കാട് ഈ സമസ്തയിലെ നേതാക്കന്മാർക്ക് ഒപ്പവും ഇതുപോലെ നമ്മൾ മുമ്പ് ഒരു ചിത്രം കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്തുണ്ടായി? അവിടെ നിന്നോ ഇവൻ എവിടെ ചെന്ന് കാല് കുത്തിയോ അവിടെ കുഴി തോണ്ടും എന്നുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പോ ഇന്നലെ അവൻ പ്രസംഗിക്കുന്നു, ഞാൻ ലീഗിലങ്ങ് ചേരുന്നു. ഇവന് എവിടെ പോയി കഴിഞ്ഞാൽ ലീഗിലങ്ങ് ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ലീഗിൽ ചേർന്നാൽ നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് പരിഹസിക്കുന്നത്? ചേങ്ങായിമാരെ, ഈ എവിടെങ്കിലും പോയി ചേർന്ന അന്നെ ഒരു മുടക്കാച്ചിരക്കാക്കിയിട്ട് അന്നെ ആരാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്? ഇപ്പൊ ഈ എത്തേണ്ട ആലയത്തിൽ എത്തി എന്നുള്ളതാണ്. മടവൂർ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വഹാബികളോടും കൂട്ടില്ല, വഹാബികളോട് കൂട്ടുള്ളവരോടും കൂട്ടില്ല എന്ന്. ഇപ്പൊ ആരോടാ കൂട്ട് കൂടിയിട്ടുള്ളത്? ഈ നദിവിക്ക് ആരോടാണ് കൂട്ട് എന്നുള്ളത് ഏത് ചെറിയ കുട്ടികൾക്കും അറിയുന്നതല്ലേ? ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഹംകിനോ ഈ ഹംകിന്റെ കൂട്ടത്തിലുണ്ടോ? ഞാനതെല്ലാം ആലോചിച്ച് ഇവരെ പറഞ്ഞയച്ചിരിക്കുന്ന ഒരു ഷെയ്ഖ് ഉണ്ടേ. അപ്പൊ ആ ഷെയ്ഖാണോ അതല്ല ഷെയ്ത്താനാണോ എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ കൂട്ടുകെട്ട് തന്നെ ആലോചിച്ചാൽ പോരെ? ഇന്ന് സമസ്ത എന്ന് പറയുന്നത് രണ്ട് വിഭാഗവും ഒക്കെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നു, അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അതിനെ തുരങ്കം വെക്കാനും പൊളിക്കാനും പത്രസമ്മേളനം നടക്കുകയും സകലമാന പ്രവർത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന്റെ ഒപ്പം കൂടിയിരിക്കുകയാണ്. കാരണം നല്ലതിലൊന്നും ഇവർക്ക് ചേരൂല, അത് ചേർത്തൂല, അവിടെ എടുക്കൂല. അപ്പൊ മുടക്കാച്ചിരക്കായി മാറുന്നതിന്റെ മുമ്പ് ഈ അടുത്ത് തന്നെ നിങ്ങൾ അവരുടെ ഇക്കെ വിഭാഗം സംസ്ഥയുടെ മുഅല്ലിമീൻ സമ്മേളനത്തിൽ അവരുടെ പ്രസിഡന്റായിരുന്നു ഈ ചങ്ങായി. ഇയാളുടെ ബിദഴി ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് സമസ്തകളെ പുറത്താക്കി, പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയപ്പോ ആ സുഹാബിയിൽ വലയത്തിൽ ചേരാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. എവിടെയാണ് ഒരു ഒരു കട്ടിൽ ഒന്ന് കിടക്കാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആല് പോയ ശൈത്താനെ പോലെ ഊരിതണ്ടി നടക്കുന്ന ഒരു ഹംകികൾ, അല്ലെങ്കിൽ ഞങ്ങളെ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറിൽ, ഇവരൊക്കെ അങ്ങോട്ട് വരല്ലേ വേണ്ടത്? ഇത് ഈ തെണ്ടി നടക്കുകയാണ്. ഷെയ്ഖ് പറയാണ്, തെണ്ടി എവിടെങ്കിലും ഒരു ഊരോ പേരോ എന്തേലും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തേക്കും ചെല്ലിക്കൊണ്ട് തെണ്ടി നടക്കുകയാണ്. ഒരു നാണവും മാനവും ഇല്ലാത്ത വട്ടൂരികൾ. ഉളുപ്പുണ്ടട ചെങ്ങൈമാരങ്ങൾക്ക്.